Hello students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് പി എൻ സീക്വൻസസ് ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പി എൻ സീക്വൻസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പം പ്രോപ്പർട്ടീസിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി, ഓക്കെ, 3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസാണ്. അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബാലൻസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പോൾ ബാലൻസ് പ്രോപ്പർട്ടി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത, അതായത് ആ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് അതേ പി എൻ സീക്വൻസ് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ സീക്വൻസ് വാസ് 0 0 0. ഇത് തന്നെ എടുക്കണമെന്നില്ല, ഏത് സീക്വൻസ് വേണമെങ്കിലും പി എൻ സീക്വൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിത് ലാസ്റ്റ് ക്ലാസ്സിൽ ജനറേറ്റ് ചെയ്ത പി എൻ സീക്വൻസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ബാലൻസ് പ്രോപ്പർട്ടി അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്പർ ഓഫ് സീറോസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഇതിനകത്ത് എത്ര സീറോസ് ഉണ്ട്. ഓക്കെ, സി 1 2 3 4 5 6 7 അല്ലേ. അപ്പം നമ്പർ ഓഫ് സീറോസ് ഈ ഈ പി എൻ സീക്വൻസിനകത്ത് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി എത്ര വൺസ് ഉണ്ടെന്നൊന്ന് നോക്കിക്കേ. നമ്പർ ഓഫ് വൺസ് ഇസ് ഈക്വൽ ടു, ജസ്റ്റ് കൗണ്ട്, 1 2 3 4 5 6 7 and 8 അല്ലേ. അപ്പോൾ ഏതൊരു പി എൻ സീക്വൻസ് എടുത്താലും ഇങ്ങനെയായിരിക്കും. അതായത് നമ്പർ ഓഫ് വൺസ് എപ്പോഴും നമ്പർ ഓഫ് സീറോസിനെ കാട്ടിയിട്ട് 1 ഗ്രേറ്റർ ആയിരിക്കും, 1 പ്ലസ് ആയിരിക്കും. നമ്പർ ഓഫ് സീറോസ് പ്ലസ് 1 ആയിരിക്കും നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത്. അതാണ് ബാലൻസ് പ്രോപ്പർട്ടി പറയുന്നത്. സി, ഇൻ ഈച്ച് പീരിയഡ് ഓഫ് പി എൻ സീക്വൻസ് ദ നമ്പർ ഓഫ് നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത പി എൻ സീക്വൻസ് ആണിത്. ഓക്കെ, അവിടെ നമുക്ക് കിട്ടിയ ലെങ്ത് എത്രയായിരുന്നു? 2⁴ - 1 ദാറ്റ് ഈസ് 15 എന്ന് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതാ 15 ലെങ്ത് ഉള്ള ഒരു പി എൻ സീക്വൻസ് ആണിത്. അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ജനറേറ്റ് ചെയ്ത് പോകും. സോ ഇത് ആ 1 പീരിയഡ് ആണ് അല്ലേ, ആ 1 പീരിയഡ് ഓഫ് പി എൻ സീക്വൻസ് ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് number of, according to balance property, number of ones will be always 1. See, 1 more than the number of zeros. സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. ഇതാണ് എന്ത് ബാലൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് റൺ പ്രോപ്പർട്ടി. അപ്പോൾ റൺ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് എഗെയിൻ നമുക്ക് ആ സെയിം സീക്വൻസ് എടുക്കാം, സെയിം പി എൻ സീക്വൻസ് തന്നെ നമുക്ക് എടുക്കാം. സോ ലെറ്റ്സ് ടേക്ക് ദ സെയിം എക്സാമ്പിൾ. 0 0 0 1 0 0 1 1 0 1 0 1 1 1 1 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15. ഓക്കെ, നൗ അപ്പോൾ ആദ്യം നമ്മൾ റൺസ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയുടെ നെയിം എന്താണ്? റൺ പ്രോപ്പർട്ടിയാണ് അല്ലേ, റൺ പ്രോപ്പർട്ടിയാണ് റൺ. അപ്പോൾ ആദ്യം റൺ എന്താണെന്ന് നോക്കാം. റൺ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, റൺ മീൻസ് സ്ട്രിങ് ഓഫ് കണ്ടിന്യൂസ് വാല്യൂസ് എന്നാണ് റൺ പറയുന്നത്. ഓക്കെ, റൺ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സ്ട്രിങ് ഓഫ് കണ്ടിന്യൂസ് വാല്യൂസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് റൺ ഒന്ന് നോക്കാം. ഇവിടെ ഒരു 0 ഉണ്ടല്ലേ. അപ്പോൾ അടുത്ത 0 കണ്ടിന്യൂസ്ലി സീറോസ് നോക്കുക. സ്റ്റാർട്ടിങ് സീറോസ് ആണ്, അടുത്ത 2 എണ്ണവും സീറോസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു റണ്ണായിട്ട് എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് റൺ. ഓക്കെ, ഇനി അഗെയിൻ അടുത്തത് എന്താണ്? 1 ആണ്. പക്ഷേ അടുത്തത് 0 ആയതുകൊണ്ട് അതിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ 1നെ എലോൺ എടുക്കുക. ദിസ് ഈസ് ദ സെക്കൻഡ് റൺ. ഓക്കെ, നൗ നെക്സ്റ്റ് 0 ആണ്. അടുത്തത് നോക്കുക, അടുത്തത് 0 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് എടുക്കാം. അടുത്ത ഈ 1 എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ സെയിം വാല്യൂസ്, ഒന്നുകിൽ സെയിം സീറോസ് മാത്രം, അല്ലെങ്കിൽ 1ൻ്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ സീറോസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ തേർഡ് റൺ. നോ എഗെയിൻ 1 ആണ്. അടുത്ത ബിറ്റ് എന്താണെന്ന് നോക്കുക, അതും 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. പക്ഷേ അടുത്തത് 0 ആണ്, അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ 2 1ഉം കൂടി എടുത്തിട്ട് ദിസ് ഈസ് ദ ഫോർത്ത് റൺ. നോ ഇത് 0 മാത്രമാണ് അല്ലേ. നെക്സ്റ്റ് ഈസ് 1. സോ 1ഉം 0യും കൂടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ 0 എലോൺ ഫോം ദ ഫിഫ്ത്ത് റൺ. നോ ദിസ് ഈസ് 1. അടുത്ത 0 എൻ്റെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് 1 എലോൺ സിക്സ്ത് റൺ. ദിസ് ഈസ് ദ സെവൻത്ത് റൺ. ആൻഡ് ഇവിടെ 4 1 ഒരുമിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആ 4 1നെ നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട്
നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ദിസ് ഈസ് ദ 8th റൺ. അപ്പോൾ ഇതാണ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് വാല്യൂസിൻ്റെ സ്ട്രിങ് ആണ്. അപ്പോൾ സീറോസിനെ എല്ലാം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അത് ഒരു റണ്ണാവും, വൺസിനെ എല്ലാം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം, അങ്ങനെയാണ്. അപ്പം അടുത്തടുത്ത് വരുന്ന സീറോസിനെയും അടുത്തടുത്ത് വരുന്ന വൺസിനെയും ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തടുത്ത് ഇപ്പോൾ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്കായിരിക്കണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇവിടെ 3 സീറോസ് കഴിഞ്ഞിട്ട് ഒരു 1 ആണ് വരുന്നത്, 1 കഴിഞ്ഞിട്ട് വേറെ 1 ഇല്ല. സോ ആ 1 എലോൺ ഒരു റണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 8 റണ്ണാണ് ഉള്ളത്. ഇപ്പം റണ്ണിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ ചുമ്മാ ഒരു സീക്വൻസ് എടുക്കുവാണ്. ഇതിനകത്ത് എത്ര റണ്ണുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇത് 0 എലോൺ ഫോം 1 റൺ. അടുത്ത 1 ആണ്, അടുത്ത 0 അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നുകിൽ 1 0 മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് വിൽ ഫോം ദ 2nd റൺ. എഗെയിൻ 0 ആണ്, സോ ദിസ് വിൽ ഫോം ദ 3rd റൺ. അടുത്ത 1 ആണ്, പക്ഷേ നെക്സ്റ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. ദിസ് വിൽ ഫോം ദ 4th റൺ ആൻഡ് ദിസ് വിൽ ഫോം ദ 5th റൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൺസ് എഴുതുന്നത്. ഓക്കെ, now let's go back to our example. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ട് 8 റണ്ണുണ്ട്. അപ്പോൾ സാധാരണ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് റൺസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതാണ് ഇത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ റൺസ് തന്നിരിക്കുന്ന PN സീക്വൻസിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് റൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് വിൽ ബി n+1/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എത്രയാണ് 15 അല്ലേ? n എത്രയാണ് ഈ ഒരു സീക്വൻസിനകത്ത്? ജസ്റ്റ് കൗണ്ട് 1 2 3 4 15 ഉണ്ട് അല്ലേ? n 15 ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് റൺസ് എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയാൽ ജസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് റൺസ് will be equal to n, that is 15 plus 1/2, that is 16/2, that is 8. ശരിയല്ലേ? ഇവിടെ നമുക്ക് 8 റൺസ് കിട്ടി, മൊത്തം 8 റൺസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഉള്ള ഒരു PN സീക്വൻസിൽ അക്കോർഡിംഗ് ടു ദ റൺ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ് അതിൻ്റെ ജനറൽ 1/2n ഓഫ് ടോട്ടൽ റൺസ് ആർ ഓഫ് ലെങ്ത് n എന്നാണ് പറയുന്നത്. n-ന് 1 കൊടുക്കുവാണെങ്കിൽ n = 1 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. 1/2 n-ന് 1 കൊടുത്തു, ഓഫ് ടോട്ടൽ റൺസ് ആർ ഓഫ് ലെങ്ത് 1. ഇനി n-ന് 2 കൊടുക്കുകയാണെങ്കിൽ 1/2 ദാറ്റ് ഈസ് 1/4 ഓഫ് ടോട്ടൽ റൺസ് ആർ ഓഫ് ലെങ്ത് 2. അടുത്തത് n = 3 കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും 1/8 ഓക്കെ ഓഫ് ടോട്ടൽ റൺസ് ആർ ഓഫ് ലെങ്ത് 3 എക്സെട്ര. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം n 1/2 ഓക്കെ അക്കോർഡിംഗ് അപ്പോൾ n = 1. അപ്പോൾ എന്താണ് പറയുന്നത് റൺ പ്രോപ്പർട്ടിയിൽ 1/2n അല്ലേ? n = 1 ആകുമ്പോൾ 1/2 ഓഫ് ടോട്ടൽ റൺസ് അല്ലേ ഇവിടെ പറയുന്നത്? 1/2n ഓഫ് ടോട്ടൽ റൺസ്. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ? ടോട്ടൽ റൺസ് എത്രയാണ്? ഇവിടെ 8 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇൻറ്റു 8, ദാറ്റ് ഈസ് 4. സോ 4 റൺസ് ആർ ഓഫ് ലെങ്ത് 1 എന്നാണ് പറയുന്നത്. ലെങ്ത് 1, ലെങ്ത് n, നമ്മൾ n n 1 ആയിട്ട് എടുത്തു. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, എത്ര റണ്ണിനാണ് ഒരു ബിറ്റ് ലെങ്ത് ഉള്ളത്? ഫസ്റ്റ് റണ്ണിന് 3 ബിറ്റുണ്ട്, പറ്റത്തില്ല. അത് ഈ റണ്ണിന് നോക്കുകയാണെങ്കിൽ 1 ബിറ്റാണ്, ഈ റണ്ണിന് 2 ബിറ്റുണ്ട്, ഈ റണ്ണിന് 2 ബിറ്റുണ്ട്, 5th റണ്ണിന് 1 ബിറ്റേ ഉള്ളൂ, 6th റണ്ണിന് 1 ബിറ്റേ ഉള്ളൂ, 7th റണ്ണിന് 1 ബിറ്റേ ഉള്ളൂ അല്ലേ? സോ 1 2 3 and 4, അപ്പം 4 റൺസ് ശരിയാണല്ലേ? 4 റൺസിന് ലെങ്ത് 1 ആണ്. ഇനി n = 2 ഇട്ട ഇക്വേഷനിൽ, അപ്പോൾ 1/2 of total runs, that is 1/4 of total runs, that is 2 runs are of length n. n is equal to 2 അല്ലേ? ആർ ഓഫ് ലെങ്ത് 2. ഇവിടെ നോക്കിക്കേ, എത്ര റൺസിന് ലെങ്ത് 2 ഉള്ള? ആദ്യത്തെ ഫസ്റ്റ് റണ്ണിന് 3 ആണ് ലെങ്ത് അല്ലേ? 3 ബിറ്റ് ഉണ്ട്, അത് പറ്റത്തില്ല. സെക്കൻഡ് റണ്ണും പറ്റത്തില്ല. തേർഡ് റണ്ണിന് 2 ബിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ലെങ്ത് 2 ആണ് അല്ലേ? തേർഡ് റൺ. സോ തേർഡ് റണ്ണിന് ലെങ്ത് 2 ആണ്. ഇനി അടുത്ത റൺ നോക്കിയേ, 4th റണ്ണിനും ലെങ്ത് 2 ആണ്, 2 1 ഉള്ളൂ. അപ്പോൾ 4th റണ്ണിനും ലെങ്ത് 2 ആണ്. ഇനി നോക്കിക്കേ, 5th-ന് ലെങ്ത് 1 ആണ്, 6th-ന് ലെങ്ത് 1 ആണ്, 7th-നും 1 ആണ്, 8th-ന് 3 ആണ്. അപ്പം ലെങ്ത് 2 ഉള്ള 2 റണ്ണേ ഉള്ളൂ, തേർഡ് റണ്ണും 4th റണ്ണും. അപ്പോൾ ശരിയല്ലേ? നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എത്ര? 2 റൺസാണ് ലെങ്ത് 2 ഉള്ളത്. അത് ഏതൊക്കെയാണ്? തേർഡും 4th-ഉം ആണ്. ഇനി സിമിലർലി നമുക്ക് 3 ലെങ്ത് 3 ഉള്ള എത്ര റൺസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1/2 into 8, that is 1/8 into 8, that is just 1 run is of length 3. അപ്പം 3 ലെങ്ത് ഉള്ള എത്ര റണ്ണുണ്ട്? ഇതിനകത്തേക്ക് നോക്കുക,
സി ഫസ്റ്റ് റണ്ണിനല്ലേ ലെങ്ത് 3 ഉള്ളത്, ബാക്കി ഒരു റണ്ണില്ല. 8th റണ്ണിനാണെങ്കിൽ ലെങ്ത് 4 ഉണ്ട്. സോ ഓൺലി 1 റൺ ഇസ് ദെയർ വിത്ത് ലെങ്ത് 3, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൺ. കണ്ട, അപ്പോൾ അതാണ് നമ്മൾ ഈ റൺ പ്രോപ്പർട്ടി വെച്ച് പറയുന്നത്. അപ്പോൾ റൺ പ്രോപ്പർട്ടി പറയുന്നത് എമംഗ് ദ റൺസ് ഓഫ് വൺസ് ആൻഡ് സീറോസ്, ദാറ്റ് ഈസ് ഇൻ ദാറ്റ് പി എൻ സീക്വൻസ് ഓഫ് ഈച്ച് പീരിയഡ്. സി അത് ഇപ്പം തന്നിരിക്കുന്ന ഒരു പി എൻ സീക്വൻസ് അകത്തുനിന്ന് നമ്മൾ ആദ്യം ആ പീരിയഡ് കണ്ടുപിടിച്ചിട്ട് യു ഷുഡ് ഫൈൻഡ് ഔട്ട് ദ പി എൻ സീക്വൻസ്. ക്വസ്റ്റ്യൻ പ്രോബ്ലത്തിൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. യു ഷുഡ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ പി എൻ സീക്വൻസ് ദാറ്റ് വി വിൽ ഡു ഇൻ എ പ്രോബ്ലം. അങ്ങനെ ഒരു പി എൻ സീക്വൻസ് ഇതേ കൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതേ കൂട്ടൊരു പി എൻ സീക്വൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ അതിനകത്ത് ലെങ്ത് 1 ഉള്ള റൺസ് എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ലെങ്ത് 2 ഉള്ള എത്ര റൺസ് ഉണ്ടാവും? 1/4 ഓഫ് ടോട്ടൽ റൺസ് ആയിരിക്കും. ലെങ്ത് 1 ഉള്ള എത്ര റൺസ് ഉണ്ടാവും? 1/2 ഓഫ് ടോട്ടൽ റൺസ്. അതുകൊണ്ട് ലെങ്ത് 3 ഉള്ള എത്ര റൺസ് ഉണ്ടാവും? 1/8 ഓഫ് ടോട്ടൽ റൺസ് വിൽ ഹാവ് ലെങ്ത് 3. ഓർ ഇൻ ജനറൽ, ഹൗ മെനി റൺസ് വിൽ ബി ഓഫ് ലെങ്ത് n? 1/2 raised to n of total runs will have length n. അതാണ് റൺ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തേർഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി. സോ ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് ദിസ് ഓട്ടോ കോറിലേഷൻ property, let's again take the same chord. Okay, this auto correlation property is also sometimes known as cyclic shift property എന്നും പറയാറുണ്ട്. ഓക്കെ, സൈക്ലിക് ഷിഫ്റ്റ് പ്രോപ്പർട്ടി എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ടേക്ക് ദ സെയിം പി എൻ സീക്വൻസ് ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് ദ ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് 0 0 1. There was one more 0 0 0 0 1, again 2 zeros, then 1 1 0 1 0 1 and 3 ones. So this is the same PN sequence which we generated in the last class. ഒരു എക്സാമ്പിൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് അത് തന്നെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന പി എൻ സീക്വൻസ്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ പി എൻ സീക്വൻസിനെ ഒന്ന് കോഡ് ചെയ്യാം. ഏത് പോളാർ ഫോമിലേക്ക് നമുക്ക് കോഡ് ചെയ്യാം. അപ്പോൾ പോളാർ ഫോമിലേക്ക് കോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പി എൻ സീക്വൻസിനെ 0യെ നമ്മൾ 1 വെച്ചിട്ടും, ഓക്കെ, 1നെ നമ്മൾ പോളാർ ഫോം വേണമെന്നേ ഉള്ളൂ, 1നെ നമുക്ക് -1 വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ 0നെ ഞാൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ 0നെ 1 വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, 0, സോ അഗെയിൻ 1, ദിസ് 1, so -1 0 1, this 0, so it is 1 1, so -1, again 1 -1 0, so 1 -1 1 -1 -1 and finally -1. Okay, സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ബൈനറി സീക്വൻസിനെ നമ്മൾ കോഡഡ് ഫോമിലേക്ക്, അല്ലെ പോളാർ ഫോമിലേക്ക് നമ്മൾ കോഡ് ചെയ്തു. ഇതിനെ ഞാൻ C of n എന്ന് എടുക്കാൻ പോവാണ്. ഓക്കെ, ദിസ് ഈസ് ദ കോഡഡ് ഫോം. ഓക്കെ, റെപ്രസെൻറ്റഡ് C of n. അപ്പോൾ ഈ ഒരു പി എൻ സീക്വൻസിൻ്റെ ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ഓട്ടോ കോറിലേഷൻ നമുക്കെല്ലാം അറിയാം, നേരത്തെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു സിഗ്നലിൻ്റെ ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിഫ്റ്റ് ആൻഡ് ആഡ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ R of k by 1/n summation n is equal to 1 to capital N. This is n. Okay, capital N ആണ് ഇത്. C of n into C of n minus k. ഓക്കെ, സെയിം ഓട്ടോ കോറിലേഷൻ ആണ്. അപ്പം ആ സിഗ്നലും അതിൻ്റെ തന്നെ ഡിലേഡ് വേർഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുവാണ്. ഷിഫ്റ്റ് ചെയ്യും, ഷിഫ്റ്റ് ആൻഡ് ആഡ് ആണ്. സോ ഷിഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്ന കെ. അല്ലെങ്കിൽ കെ നമുക്ക് ഓരോ ഷിഫ്റ്റ്, ഫസ്റ്റ് ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ്, തേർഡ് ടൈം ഷിഫ്റ്റ് ചെയ്യുക. ആ C of n എടുക്കുക, അതിനെ ഒരു k ടൈംസ് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഓട്ടോ കോറിലേഷൻ. ഓക്കെ, ദിസ് വാട്ട് വി ലേൺ ഇൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോ കോറിലേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ n എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് പി എൻ സീക്വൻസ്, അല്ലെങ്കിൽ പി എൻ സീക്വൻസിൻ്റെ പീരിയഡ്. ലെങ്ത് ഓഫ് പി എൻ സീക്വൻസ് ആണ്. ഓക്കെ, കെ ആണ് ഷിഫ്റ്റ്. ഓക്കെ, കെ വിൽ റെപ്രസെൻറ്റ് ദ ഷിഫ്റ്റ്. ഓക്കെ, ഫൈൻ.
അപ്പോൾ ആദ്യം നമുക്ക് ഷിഫ്റ്റ് ഒന്നുമില്ല, ദറ്റ് ഈസ് വെൻ കെ ഈസ് ഈക്വൽ ടു 0. കെ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഓക്കെ, കെ ഈസ് ഈക്വൽ ടു 0, കെ ഈസ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്കും ഈ സമ്മേഷനുള്ളിൽ എന്ത് വരും? സി ഓഫ് എന്നും സി ഓഫ് എന്നും അല്ലേ. അപ്പോൾ നമുക്ക് സി ഓഫ് എൻ 2 പ്രാവശ്യം എഴുതി അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സി ഓഫ് എൻ മൾട്ടിപ്ലൈഡ് വിത്ത് സി ഓഫ് എൻ വെൻ കെ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സി ഓഫ് എൻ എന്താണ് നമുക്കിവിടെ കിട്ടിയത്? ദറ്റ് ഈസ് 1. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ അതേ സീക്വൻസ് 1 1 1 minus 1 1 1 minus 1 minus 1 1 minus 1 1 minus 1 minus 1 minus 1 and minus 1. Okay, again you repeat the sequence C of n. എങ്ങനെയാണ്? സെയിം ആണ് 1 1 1 because k is equal to 0 എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ഒന്നും വേണ്ട, അതേ കൂട്ട് തന്നെ താഴേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അക്കോർഡിംഗ് ടു ഓട്ടോ കൊറിലേഷൻ കണ്ടുപിടിക്കുകയാണ്. ഫോർ കെ ഈസ് ഈക്വൽ ടു 0 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സി ഓഫ് എൻ മൾട്ടിപ്ലൈഡ് വിത്ത് സി ഓഫ് എൻ മൈനസ് കെ. സോ 1 ഇൻറ്റു 1 1 1 1 മൈനസ് 1 എല്ലാം നമുക്കിത് കിട്ടും അല്ലേ. 1 കിട്ടും ബിക്കോസ് മൈനസ് ദിസ് 1 എല്ലായിടത്തും 1 തന്നെ കിട്ടും. സെയിം സീക്വൻസ് ആണ്, നെഗറ്റീവ് വരുവാണെങ്കിൽ പോസിറ്റീവ് ആവും. ഓക്കെ, സോ സി ഓഫ് എൻ ഇൻറ്റു സി ഓഫ് എൻ എന്താണ് കിട്ടുന്നത്? സി ഓഫ് എൻ മൾട്ടിപ്ലൈഡ് വിത്ത് സി ഓഫ് എൻ യു ആർ ഗെറ്റിംഗ് 1 അല്ലേ. അല്ലെങ്കിൽ സി സ്ക്വയർ ഓഫ് എൻ എന്താണെന്ന് നമുക്ക് കിട്ടുന്നത്? എല്ലായിടത്തും 1 ആണ് അല്ലേ. ദറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് സി സ്ക്വയർ ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ. എല്ലായിടത്തും 1 ആണ് കിട്ടുന്നത്. സോ ദെയർ ഫോർ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ, ഓക്കെ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 ബൈ വാട്ട് ഈസ് ദ ലെങ്ത്? 15. ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിക്കോളൂ. 1 2 3 15 ഉണ്ടാവും. ഓക്കെ, സമ്മേഷൻ n is equal to 1 to 15 c square of n എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 15. നൗ 1 ആഡഡ് 15 ടൈംസ്, 1 ആഡഡ് 15 ടൈംസ്. അപ്പോൾ സി സ്ക്വയർ ഓഫ് എൻ എന്ന് പറയുന്നത് ഇത് 1 ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലായിടത്തും 1 തന്നെയാണ് അല്ലേ. 1 1 1 1 ആണ്. സോ സമ്മേഷൻ മീൻസ് ദിസ് 1 ഈസ് ആഡഡ് 15 ടൈംസ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോന്നും ആഡ് ചെയ്യുവാണ് 15 ടൈംസ്. ഓക്കെ, 15 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 15, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ആർ ഓഫ് 0 നമുക്ക് എന്താണെന്ന് കിട്ടിയത്? 1 എന്നാണ് കിട്ടിയത്. ഓക്കെ, നൗ ഇത് കെ ഈസ് ഈക്വൽ ടു 0 അല്ലേ. ദിസ് വാസ് ഫോർ കെ ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കാമെന്ന് അതിൻ്റെ അർത്ഥം ഈ സി ഓഫ് എന്നിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ദറ്റ് ഈസ് ഇവിടെ കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. ഇവിടെ ഇൻ ദിസ് ഇക്വേഷൻ യു ഗീവ് കെ ഈസ് ഈക്വൽ ടു 1. സോ എന്തൊക്കെ തമ്മിലായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ദിസ് സി ഓഫ് എന്നും സി ഓഫ് എൻ മൈനസ് 1 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ when k is equal to 1, that means നമ്മൾ ഒരു ടൈം ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റിംഗ് ബൈ 1, r of 1 will be 1 by 15 summation n is equal to 1 to 15 c of n into c of n minus 1. Now what is c of n? The same sequence ആണല്ലേ. that is 1 1 minus 1 1 1 minus 1 minus 1 1 minus 1 1 minus 1 minus 1 minus 1 and minus 1. Now what is the c of n minus 1? നമ്മളിതിനെ ഷിഫ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ 1 ഇവിടെ വരും, ഈ പൊസിഷനിൽ, ഈ 1 ഈ പൊസിഷനിൽ വരും. ദിസ് മൈനസ് 1 ഷിഫ്റ്റഡ് ടു 1 പൊസിഷൻ. ഓക്കെ, ഇങ്ങനെ ദിസ് 1 വിൽ കം ഹിയർ, ദിസ് മൈനസ് 1 വിൽ കം ഓവർ ദിസ് പൊസിഷൻ. ഇവിടെ മൈനസ് 1, ദിസ് 1 വിൽ കം ടു ദിസ് പൊസിഷൻ, ദിസ് മൈനസ് 1 ടു ദിസ് പൊസിഷൻ, this 1 to this position, minus 1 minus 1 minus 1 അല്ലേ. ഈ മൈനസ് 1 ആണ് ഇവിടെ വന്നത്. ആൻഡ് ദിസ് മൈനസ് 1 ഷിഫ്റ്റഡ് ടു ഹിയർ, ദിസ് പൊസിഷൻ. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. സോ 1 ഇൻറ്റു മൈനസ് 1 ഇറ്റ് ഈസ് മൈനസ് 1 1. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അതാത് പൊസിഷൻ. മൈനസ് 1 ഇൻറ്റു ദിസ് 1 ഇറ്റ് ഈസ് വാട്ട്? മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ദിസ് മൈനസ് 1. Now 1 into minus 1 minus 1, 1 into 1 1, minus 1 into 1 it is minus 1, minus 1 into minus 1 1, 1 into minus 1 it is minus 1, again minus 1 minus 1 minus 1 1 1 and 1. Okay, ഇനി നമ്മളിത് എങ്ങനെയാണ് കാണുന്നത്? For r of 1 it can be found out by
അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്കിതിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് -1 + -1 0 ആയി പോകും അല്ലേ. ദിസ് ഈസ് -1. I think yeah, this was -1, this was 1, and this was okay, this was 1 1 -1. Okay, fine. So now if you multiply C of n with C of n minus 1, okay, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ശരിയാണ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? Okay, I'll write it over here. So C of n multiplied with C of n minus 1, you are getting like this. I think there is a small error here. This -1 multiply ചെയ്തപ്പോൾ 1 minus, there was one more 1, I think. Yeah, okay, see, C of n was 3 ones ഉണ്ടായിരുന്നു അല്ലേ. Oh sorry, ഞാൻ ഇവിടെ ഒരു 1 ആണ് എഴുതിയത്. Okay, wait, there was a small mistake. Okay, you might have done it right. ഞാനത് ചെയ്തപ്പോൾ ഓക്കെ, സീക്വൻസ് എഴുതിയെടുത്തപ്പോൾ ഉള്ളൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, I'll write it one more time fastly. That is C of n. എന്താണ് കിട്ടിയത് നമുക്ക്? 1 -1 -1 -1 -1 -1 -1 1 -1 -1, then -1 -1, 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15. I think now this has come out correctly. Okay, fine. Now what is C of n minus 1? Just shift ചെയ്തു അല്ലേ. 1 1 1 -1 1 1 -1 -1 1 -1 1 -1 -1 -1, and this last -1 will come over here. Okay, fine. Now multiply C of n with C of n minus 1. What you will get? -1 1 1 -1 -1 1 -1 1 -1 -1 -1 -1 1 and 1. Okay, ഇപ്പോൾ ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, ഓരോതും മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം മൾട്ടിപ്ലൈ ചെയ്തു, ഇനി നമുക്കിതെല്ലാം ആഡ് ചെയ്യണം. ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈ 2 -1, ഇത് 0 ആയി പോകും. ഇത് 2 0 ആയി പോകും. -1 + 1 again 0, this also 0. Now here also see, there is a small, ഈ -1 ആകും. ദാറ്റ് മീൻസ് ഇഫ് യു ആഡ്, നിങ്ങളത് ചെയ്തിട്ട് നോക്കിയാൽ മതി. n is equal to 1 to 15 if you add, ഈ നമ്മൾ ഈ പ്രോഡക്റ്റ് ചെയ്തു അല്ലേ, ഈ പ്രോഡക്റ്റാണ് C of n dot C of n minus 1. ഓക്കെ, അതിനെ പ്രോഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പം you will get -1. ബാക്കിയെല്ലാം പോകും. സി ഒന്ന് നോക്കിയാൽ മതി. ഇത് 3 1 ആണല്ലേ, ഇതും ക്യാൻസൽഡായി പോകും. ഓക്കെ, ഇത് ക്യാൻസൽഡായി പോകും. ആഡ് ചെയ്യുവാണ് നമ്മൾ. സോ ദിസ് -1 + 1 0. This also will get cancelled. This also will get cancelled. This also will get cancelled. അല്ലേ, ആഡ് ചെയ്യുവാണ്. പിന്നെ എന്താ ബാക്കി വരുന്നത്? ഈ -1 മാത്രമേ ഉള്ളതാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ വാട്ട് വി ഹാവ് ഡൺ ഹിയർ, നമ്മൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അതിനുശേഷം നമ്മളിത് ഓരോന്നും നമ്മൾ ആഡ് ചെയ്തു. ഓരോ വാല്യൂസും നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് -1 അല്ലേ. അപ്പോൾ R of 1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? R of 1ൻ്റെ ഫോർമുല എന്താണ്? 1/n, ദാറ്റ് ഈസ് 1/15 മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് സമ്മേഷൻ ടേമിൻ്റെ അവിടെ -1 കിട്ടിയല്ലേ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഹിയർ, 1/15 മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ്. ഇതാണ് നമുക്ക് -1 ആയിട്ട് കിട്ടിയത് അല്ലേ. സോ what you got? -1/15 കിട്ടി. ഓക്കെ, സി പ്രോപ്പർട്ടീസ് ആയിട്ട് എക്സാമിനേഷനിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എക്സാമ്പിൾസ് ഇങ്ങനെ എഴുതുന്നത്. യു നീഡ് നോട്ട് പ്രൂവ് ദിസ്, യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ പ്രോപ്പർട്ടി.
ഓക്കെ, ഇതിപ്പോൾ ആർ ഓഫ് 1 ഞാനിങ്ങനെ എഴുതി. ഇനി സിമിലർലി ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. കെ ഈസ് ഈക്വൽ ടു 2 കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇവിടെ 1 ടൈം അല്ലേ ഷിഫ്റ്റ് ചെയ്തത്, അപ്പോൾ 2 ടൈംസ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഇവിടെ n ഈസ് ഈക്വൽ, ഇവിടെ 2 കൊടുക്കുമ്പോൾ സി ഓഫ് n-2 വരും. ഓക്കെ, അപ്പം ഇത് ഇവിടെയാണ് ഇപ്പോൾ വന്നത്, പക്ഷേ 2 ടൈം ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടേക്ക് വരും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമിലർലി യു ക്യാൻ ഫൈൻഡ് ആർ ഓഫ് 2. ആർ ഓഫ് 2 കാണാൻ പറ്റും. ആർ ഓഫ് 2 കണ്ടു കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് -1/15 എന്ന് നിങ്ങൾക്ക് കിട്ടും. -1/15 കിട്ടും. സിമിലർലി ആർ ഓഫ് 3 കണ്ടാലും ആർ ഓഫ് 4 കണ്ടാലും ഓക്കെ ഒക്കെ അപ് ടു ആർ ഓഫ് 14 നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയാവോ? ഈ -1/15 തന്നെ കിട്ടും. പക്ഷേ ആർ ഓഫ് 0ക്ക് നമുക്ക് എത്രയാണ് കിട്ടിയത്? നമുക്ക് ആൻസർ 1 ആണ് കിട്ടിയതല്ലേ. ഈ 1 വേറെ 1-2 വരും. ആർ ഓഫ് 15ന് ഇതേ 1 കിട്ടും. ആർ ഓഫ് 30ക്കും നമുക്ക് ഇതേ 1 കിട്ടും. ഓട്ടോ കോറിലേഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുവാണെങ്കിൽ ആർ ഓഫ് 0ക്ക് ആർ ഓഫ് 15ന്, ആർ ഓഫ് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണല്ലേ, നമ്മുടെ പി എൻ സീക്വൻസിൻ്റെ ലെങ്ത് n ആണ്. 15. ദറ്റ് ഈസ് ആർ ഓഫ് n-ന് 30 എന്ന് പറഞ്ഞാൽ നമുക്ക് ആർ ഓഫ് 2n എന്ന് എഴുതാം. ആർ ഓഫ് 2n-ന് ഒക്കെ നമുക്ക് 1 കിട്ടും. അത് പ്ലസ് ഓർ മൈനസ് n-നും ഇത് വാലിഡാണ്. ദാറ്റ് മീൻസ് പ്ലസ് ഓർ മൈനസ് n-നും പ്ലസ് ഓർ മൈനസ് 2n-നും നമുക്ക് ഈ 1 കിട്ടും. ബാക്കി എല്ലാ വാല്യൂസിനും നമുക്ക് എന്താണ് കിട്ടുന്നത്? -1/15 ആണ്. ഓർ ഇൻ ജനറൽ നമുക്ക് എഴുതാം -1/n ആണ് കിട്ടുന്നത്. -1/n ആണ് കിട്ടുന്നത്. സോ ജനറലൈസ് ചെയ്ത് എഴുതുവാണെങ്കിൽ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എക്സാമ്പിൾ എഴുതിയത്. സോ ഇൻ ഷോർട്ട്, ഇൻ ജനറൽ, സോ ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടീസ് ഒരുമിച്ച് ചോദിക്കുവാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്സ്, ഇൻ ജനറൽ ദിസ് ക്യാൻ ബി, ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ജനറലൈസ് ചെയ്ത് എഴുതാം. ആർ ഓഫ് കെ ക്യാൻ ബി റിട്ടൺ ആസ്, ഈ ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടിക്ക് 2 വാല്യൂസ് എടുക്കും. ഓക്കെ, 1 1, അതാണ് ഓട്ടോ കോറിലേഷൻ പ്രോപ്പർട്ടി ടേക്ക് ഓൺലി 2 വാല്യൂസ്, ദറ്റ് ഈസ് ബൈനറി വാല്യൂഡ് എന്നും പറയും. ഓക്കെ, ദേ സേ ഓട്ടോ കോറിലേഷൻ ഈസ് ബൈനറി വാല്യൂ. ഡസൻറ്റ് മീൻ 0 and 1, ബൈനറി വാല്യൂഡ് ആണ്. 2 വാല്യൂ ഉണ്ടാവും. ബൈ 2 2 വാല്യൂസ് ഉണ്ട്. ഒന്ന് 1 ഉണ്ടാകാം, അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയതുപോലെ -1/50 അല്ലെങ്കിൽ -1/n കിട്ടാം. എപ്പോഴാണ് 1 കിട്ടുന്നത്? വെൻ k ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് n പ്ലസ് ഓർ മൈനസ് 2n, അപ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി ബാക്കി ഏത് വാല്യൂസിന് നോക്കുകയാണെങ്കിലും ആ ഇൻ്റർമീഡിയറ്റ് വാല്യൂസിനൊക്കെ നമുക്ക് -1/n ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഓട്ടോ കോറിലേഷൻ ഇതിനെ നമുക്ക് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ഓക്കെ ഓട്ടോ കോറിലേഷൻ ഡയഗ്രാം പി എൻ സീക്വൻസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓട്ടോ കോറിലേഷൻ, ദാറ്റ്സ് ദ തേർഡ് പ്രോപ്പർട്ടി. ഓട്ടോ കോറിലേഷൻ അതിൻ്റെ ഡയഗ്രാം ആയിട്ട് നമ്മളതിനെ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉള്ളത്. ഇവിടെ നമ്മൾ k ആണ് കൊടുക്കുന്നത്. ആൻഡ് on this axis r of k, so r of k can take 2 values. ഒന്നെന്ന് പറയുന്നത് 1-ഉം and the other one is what? -1/n. അപ്പോൾ 1/n ഞാൻ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 0, ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4, എക്സെട്ര. ഇവിടെ n മാർക്ക് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് 1 2 അപ് ടു n. ഇവിടെ n ഈക്വൽ ടു 15 ആണ്, പക്ഷേ ഞാനത് മാർക്ക് ചെയ്യുന്നില്ല. ഒരു ജനറലായിട്ടുള്ളത് മാർക്ക് ചെയ്യുകയാണ്. ദിസ് ഈസ് -1, സിമിലർലി ദിസ് ഈസ് -2, ആൻഡ് ഓൾസോ ഈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും എക്സെട്ര നമുക്ക് -n മാർക്ക് ചെയ്യാം. ആൻഡ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ദിസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഹാസ് വാല്യൂ 1 അറ്റ് എവിടെയൊക്കെ? 0-ലും പ്ലസ് ഓർ മൈനസ് n-ലും ഉണ്ട്. ഞാൻ 2n ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. സോ 0-ൽ 1 ആണ് വാല്യൂ അല്ലേ. So wait, let me use another color. Okay, for 0-ൽ this has value 1. Okay, fine. Okay, ബാക്കി എല്ലാ വാല്യൂസിലും എന്താണ്? -1/n ആണ് അല്ലേ. -1/n, ദാറ്റ് മീൻസ് ഇവിടെ വരെ വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലായിടത്തും -1/n തന്നെയാണ്. എഗെയിൻ പ്ലസ് n-ൽ ഇറ്റ് ടേക്സ് എ വാല്യൂ which is 1. Okay, and
towards the left also, okay, towards the left also ഈ -1/n വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും. At n it has to take a value 1, so this will go to 1 and again continue at -1/n. So this is the autocorrelation. This is the autocorrelation diagram of a PN sequence. Okay, so these are the three important properties. That is, the property first property was balance property, second was run property, and the third one was autocorrelation property. Thank you.